തെമ്മാരത്തിലെ കളിച്ചിരിക്കുന്നത്. തൊഴിലാളി പണി കൊടുക്കല്ലേ? തൊഴിലാളി പണി കൊടുക്കാന്ന് പണി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൈ കാണിച്ച് ഞാനിവിടെ അതിന് വന്ന് തെറി അറിയാ. അതാ മര്യാദ? നിങ്ങൾ പഠിച്ച മര്യാദ അതാ? അല്ല, നിങ്ങൾ പഠിച്ച മര്യാദ അതാ? ആ ഇയാള് മര്യാദ കാണിച്ചാണോ? നിങ്ങൾ കൈ കാണിച്ച് നിർത്തിയില്ലേ? മര്യാദ കാണിച്ചത് ഞാൻ നിർത്തിയ വണ്ടി നിങ്ങൾ കാണിച്ചാണോ മര്യാദ? പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് ഹർത്താലാണ്. ഒരു ലോറിക്കാരനെ തടഞ്ഞിട്ട് ഒരുപാട് ശല്യപ്പെടുന്ന വീഡിയോ നിങ്ങളും ഞാനും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ആൾക്കാരത് പറയാം, ഒരു ലോറി ഡ്രൈവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാടിനെ മൊത്തം ചുമതല ഏറ്റെടുത്തിട്ട് എത്രയോ കിലോമീറ്റർ ഓടിച്ചിട്ട് സാധനം കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. അവർ ഉപദ്രവിക്കാൻ പാടില്ല. നിൻ്റെ വീട്ടിലേക്ക് ഈ തടഞ്ഞ ആൾക്കാരെ വീട്ടിൽ കിടക്കുന്ന സാധനം എത്തുന്ന അവരുടെ കൈവ് കൊണ്ടായിരിക്കും. ഈ ലോറിക്കാരെല്ലാവരും 10 ദിവസം സമരം ചെയ്ത് നോക്കട്ടെന്ന് മൊത്തത്തിൽ സാധനത്തിൽ വില കയറും. സാധനം ഇല്ലാതാവും, പട്ടിണിയാവും, മരണപ്പെട്ട് തള്ളി വരും. അതുകൊണ്ട് ലോറിക്കാർ തടയുമ്പോഴത്തേക്കും, ലോറിക്കാർ ചീത്ത വലിക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് വേണം. ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഒരു ഹർത്താൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലോറിനൊക്കെ തടഞ്ഞിടുന്നതല്ല. അവന്മാർ സാധനം ആ നിമിഷത്തിൽ ഒരു സാധനം ഏൽപ്പിക്കണം. ഒരു ചെറ്റ പറയുന്നുണ്ട്, അവനെ വിടരുത്, അവൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലോട്ട് സാധനം എത്തിക്കുന്ന ഈ ലോറി ഡ്രൈവർമാരായിരിക്കും. ആ ചെറ്റൻ്റെ അടുത്ത് ഞാൻ പറയുന്നുള്ളൂ. എന്തിനു വെറുതെ? അതല്ല, ഹർത്താൽ നടത്തണ്ട ഒരിക്കലും പറയുന്നില്ല. നല്ല കാര്യത്തിൽ മതി നടത്തണം. ഉള്ള ലോറിക്കാരെ പിടിച്ചിട്ടും അവർ തന്തക്കും തള്ളക്കും പിടിച്ചിട്ട് സമരം നടത്താൻ നിങ്ങൾ സമരമല്ലത്. അത് ഓരോ വീടിനെ പട്ടിണിയാക്കണ്ട. ലോറി സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ലോറിക്കാർ മൊത്തത്തിൽ ഞങ്ങൾ ഇറങ്ങുന്നില്ല 2 ആഴ്ചക്ക് ഇല്ല ഒരാഴ്ചക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ പട്ടിണിയായിട്ട് മരിക്കും. ആ ഒരു കാര്യം ആലോചിക്കാതാണ് ഓരോ ചച്ചകൾ ഈ ഹർത്താൽ നടത്തുന്നത്. ഒരു കാരണമില്ലാതെ ഹർത്താൽ നടത്തുന്നത് അത് കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു കാരണമില്ലാതെ ഹർത്താൽ നടത്തും, എന്നിട്ടില്ല പാവങ്ങൾക്കും ഡ്രൈവർമാർക്കും എല്ലാവർക്കും ഉപദ്രവിക്കും. എത്രയോ കിലോമീറ്റർ ഓടിച്ച് ക്ഷീണിച്ച് വരുന്ന ഡ്രൈവർമാരയിൽ പോകുമ്പോഴത്തെ സാധനം കേടാതെ പോകുന്നതിന് മുഴുവന്മാർക്ക് തടയണം. ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? ഇതാണോ നിങ്ങൾ നന്മ? ഇതാണ് നിങ്ങൾ നന്മ നോക്കുന്നത്? എങ്ങനത്തെ ഒക്കെ ചച്ചകളാവുള്ളൂ എന്ന് പറയാം നമ്മുടെ കേരളത്തിൽ. എന്താവശ്യത്തിന്? ഒരാവശ്യമില്ലാതെ ലോറി ഡ്രൈവർമാർ ഒരിക്കലും തടയാൻ പാടില്ല. ഈ സാധനം കൊണ്ട് വരുന്നു ഒരുപാട് കിലോമീറ്റർ ഓടിച്ച് വരുന്ന ആൾക്കാരാണ്. അവന്മാരാണ് നമ്മുടെ നാട്ടിന് നട്ടല്, നമ്മൾ ഒരു ജീവൻ്റെ നട്ടല്, അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ ഒരു നട്ടല്. അതാദ്യം മനസ്സിലാക്കണം. ചച്ചകളെ പോയി പണയൊക്കെ നിങ്ങൾ ഹർത്താൽ ബെല്ലമാക്കി പൊന്തി